അയ്യോ നല്ല മൂവിയായിരുന്നു, കൊള്ളാം, നല്ലതായിരുന്നു. ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ലൈക്ക് കൊള്ളാം, എനിക്കിഷ്ടമായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഉണ്ട്. നല്ല 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 മേക്കിംഗ് ആയിരുന്നു. കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ല. ക്ലൈമാക്സ് അടിപൊളിയാണ്, സ്ക്രിപ്റ്റ് കൊള്ളാം, ക്ലൈമാക്സ് അടിപൊളിയാണ്, ടോട്ടലി കൊള്ളാം പടം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് മൊത്തം കുറച്ച് ലാഗ് തോന്നി, ഇത്രയേ ഉള്ളൂ. നല്ല ഇമോഷണൽ ആയിട്ടൊരു ഫിലിം. നല്ല പടമായിരുന്നു. ഗുഡ് വില്ലിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നന്നായി പ്രതീക്ഷിക്കുമല്ലോ. നല്ല പടമായിരുന്നു ചേട്ടാ. ചിപ്പല്ലിയുടെ അഭിനയം ഇമോഷണൽ, എന്താ പറയുക, റോളർ കോസ്റ്ററാണ്. ഇങ്ങനെ പൊങ്ങിത്താണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു മിസ്റ്ററി മൂവീസിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ സിനിമ. മിസ്റ്ററി മൂവീസൊക്കെ മിസ്റ്ററി ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. സിനിമ കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത്, അതാണ് സിനിമയുടെ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടെങ്കിലും പറയാൻ പറ്റും. പിന്നെ പെർഫോമൻസ് ബേസ്ഡ് വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി ഇവരുടെ പെർഫോമൻസൊക്കെ ടോപ്പ് നോച്ചാണ്, ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ ക്ലൈമാക്സ് പോർഷനാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്. ക്ലൈമാക്സ് പോർഷനിൽ ആസിഫ് അലിയും വിജയരാഘവനായിട്ടുള്ള ഒരു ഇമോഷണലി ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് നമുക്കൂടെ അങ്ങോട്ട് കരച്ചിൽ വരുന്ന രീതിയിലാണ് ആസിഫ് അലി ചെയ്തേക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ വീണ്ടും ആസിഫ് അലി തൻ്റെ കുട്ടിയെ തേടി പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എമോഷണലി നല്ല രീതിയിൽ കണക്ഷൻ ആവുന്നുണ്ട്. ഇരട്ട ദൃശ്യം ആ ഒരു ലെവലിലേക്ക്, ഇരട്ട ദൃശ്യം മോഡലുള്ള സിനിമയാണ്. ആ ഒരു അടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് കിഷ്കിന്ത കാണ്ഡം. പിന്നെ ആസിഫ് അലിയുടെ തലവനൊക്കെ വെച്ച് നോക്കുമ്പോൾ തലവൻ കുറച്ചുകൂടെ എൻഗേജിങ് ആണ്, അത്ര എൻഗേജിങ് ഇല്ല. പിന്നെ നമ്മൾ ആസിഫ് അലിയുടെ ഈ വർഷം തന്നെ ഇറങ്ങിയ ലെവൽ ക്രോസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ ആസിഫ് അലി ഇതിനകത്തും പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ ആസിഫ് അലിയുടെ ഏറ്റവും പെർഫോമൻസ് ആയിട്ടുള്ള സിനിമ ലെവൽ ക്രോസ് ആണ്. ലെവൽ ക്രോസ് കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്ന സിനിമയാണ് കിഷ്കിന്ത കാണ്ഡം. അതിൻ്റെ എടുത്തു പറയേണ്ടത് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൗത്ത് പബ്ലിസിറ്റിയാണ്. മൗത്ത് പബ്ലിസിറ്റിയുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ സിനിമ ഇത്രയും കയറിയത്. ഈ സിനിമയ്ക്ക് ഒട്ടും പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. AR മൂലൊരു വലിയ പടം വരുമ്പോൾ അതിനൊപ്പം പിടിച്ചു നിൽക്കുമെന്ന് വരെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ മൗത്ത് പബ്ലിസിറ്റി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ സിനിമ ഇത്രയും കയറി വന്നേക്കുന്നത്. പിന്നെ ആസിഫ് അലിയുടെ ഒരു ക്യാരക്ടറും ഒരു രക്ഷയില്ല. ആസിഫ് അലി ഫുള്ളായിട്ട് ആ സിനിമയിലേക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് ക്ലൈമാക്സ് ഒക്കെ കാണുമ്പം എന്ത് ചെയ്യണം, ഇനി അടുത്ത സീൻ എന്താ വരുന്നത് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്.